ചെന്നൈക്ക് ഇത് എന്താ പറ്റിയേ? ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? തോൽവി മാത്രമല്ല, എം എസ് ധോണി ക്യാപ്റ്റനായിട്ട് തിരികെ വന്ന മത്സരത്തിൽ ഒരു തുഴയൻ റെക്കോർഡ് കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 63 ബോളുകളാണ് ഒരൊറ്റ ബൗണ്ടറി പോലും ഇല്ലാതെ ഒരു T20 മാച്ചിൽ ചെന്നൈ ബാറ്റ് ചെയ്തത്. 7ാമത്തെ ഓവറിൽ 5ാമത്തെ ബോളിൽ ഒരു 4 കഴിഞ്ഞ് പിന്നീട് ഒരു ബൗണ്ടറി വരുന്നത് 18ാമത്തെ ഓവറിലെ 3ാമത്തെ ബോളിലാണ്. ഇത് IPL ഒരു റെക്കോർഡാണ്. IPL ഏറ്റവും കൂടുതൽ ബോളുകൾ ബൗണ്ടറി ഇല്ലാതെ പോകുന്നത് 3ാം സ്ഥാനത്ത്. ഈ 63 ബോളുകൾ 3ാം സ്ഥാനത്താവുമ്പോൾ ആദ്യത്തെ 2 സ്ഥാനത്ത് ഏതൊക്കെ ടീമുകളാണെന്ന് നോക്കിയാലോ. 2ാം സ്ഥാനത്ത് KKR ആണ്. 68 ബോളുകളാണ് ബൗണ്ടറികൾ ഇല്ലാതെ അവർ ബാറ്റ് ചെയ്തത്. അന്ന് KKRനെ എറിഞ്ഞിട്ടത് നമ്മുടെ ചെന്നൈയാണ്. സോ ഇപ്പൊ KKR അവർക്കെതിരെ പകരം വീട്ടി. ഇനി 1ാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാൻ റോയൽസ് ആണ്. 78 ബോളുകളാണ് ബൗണ്ടറികൾ ഒന്നുമില്ലാണ്ട് 2021 രാജസ്ഥാൻ ബാറ്റ് ചെയ്തത്. അന്ന് രാജസ്ഥാനെ എറിഞ്ഞൊതുക്കിയ ടീമിന്റെ പേരാണ് മുംബൈ ഇന്ത്യൻസ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ചെന്നൈ ടീമിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണ നമ്മൾ കാണാറുള്ളതാണ്, മെഗാ ഓപ്ഷനിൽ വമ്പൻ പേരുകളൊന്നും ചെന്നൈ സ്വന്തമാക്കാറില്ല. ചിലപ്പോൾ ഇത്തിരി പ്രായത്തിൽ മുതിർന്ന സീനിയർ താരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുതുമുഖങ്ങളായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകാൻ സാധ്യതയുള്ള താരങ്ങളായിരിക്കാം. ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരികയും മറ്റ് ടീമിൽ ഫോം ഔട്ടിൽ കളിക്കുന്ന താരങ്ങൾ വമ്പൻ ഫോമിൽ ചെന്നൈക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും തൊട്ടടുത്തെല്ലാം പിഴയ്ക്കുന്ന ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ കൈവിട്ടു തുടങ്ങിയോ ചെന്നൈ ഫാൻസ്? പലപ്പോഴും പിന്നിൽ നിന്ന് മുന്നിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം കാണിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ചെന്നൈ. ഇനിയും ചെന്നൈ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഇല്ലെങ്കിലും പറഞ്ഞോ, ചെന്നൈ ഫാൻസും പറയാൻ മറക്കരുത്.